നിങ്ങൾ ഇതുവരെ ഇടപെട്ട നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങൾ കൈകാര്യം ചെയ്ത വസ്തുജാലങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യങ്ങൾ, ഇവയൊക്കെ വച്ചിട്ട് നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതെല്ലാം അപകടമായിരുന്നു. നിങ്ങൾ വളരെ നന്നായിരുന്നിട്ട് കൂടി നിങ്ങളുടെ പ്രയോജനം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ള ദുഃഖം. മനസ്സിലായി? ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ ഭർത്താവിനോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ അച്ഛനോടും നിങ്ങളുടെ അമ്മയോടും ഒക്കെ നിങ്ങൾ പോരടിക്കുമ്പോൾ പറയുന്ന വാക്കിതാണ്, നിന്നെപ്പോലൊരെണ്ണത്തിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ മറുവശത്തുനിന്ന് അന്നേരം പറഞ്ഞില്ലെങ്കിലും പിന്നെ ഒരു അവസരത്തിൽ പറയും, താനൊരുത്തൻ്റെ കൂടെ കൂടിയത് കൊണ്ടാടോ എനിക്കും ഈ ഗതികേട് വന്നത്. മനസ്സിലായില്ല? ഇതാണ് ഈ പരിണാമത്തിന്റെ ശൃംഖല. എന്താ പ്രകടിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ ചിത്ത പരിണാമം കൊണ്ട് ഏത് വസ്തു, വേറെ ചിലരുണ്ട് അവര് കയ്യിൽ കിട്ടുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്കറിയാം തങ്ങളുടെ മനസ്സാണ് ഇതിനെ പരിണമിക്കുന്നത്. അവരെ വസ്തുവിനെ നോക്കിയിട്ട് അതിൽ പരിണാമമുണ്ടെന്നും ആ പരിണാമം എങ്ങനെ തൻ്റെ സഹജമായ അവസ്ഥയ്ക്കനുസരിച്ച് പരിണമിപ്പിച്ച് ലോകോപകാരാർത്ഥം ഉപയോഗിക്കാം എന്നും കണ്ടെത്തുന്നുണ്ട്. അവർക്ക് ലോകത്തുള്ള ഒരു വസ്തുവിനെക്കുറിച്ചും പരാതിയില്ല, ഒരാളെക്കുറിച്ചും പരാതിയില്ല. മനസ്സിലായില്ല? ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം. ഏതാ ശ്രേഷ്ഠം ഏതാ മോശം അത് എനിക്കറിയില്ല. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തിരിച്ചിറക്കി വിട്ടുവെന്ന് വരികയില്ല. അതുകൊണ്ട് നല്ലതോ ചീത്തയോ ഒക്കെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാവും. ഇങ്ങനെ രണ്ട് തലമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. Am I right? അത്ര മാത്രമേ ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോ പരിണമിപ്പിക്കുന്നത് ഈ മനസ്സാണ്. അതുകൊണ്ട് പരിണാമശീലമാണ് ചിത്തം. ചിത്തത്തിന്റെ ശീലമാണ് പരിണാമം. അച്ഛനോട് ഇങ്ങോട്ടിരുന്നോളാം. അതല്ല വസ്തുവിന് പങ്കില്ല, മനസ്സിനെ പങ്കുള്ളൂ മാറ്റത്തിന്. ഏറ്റവും പരിണാമശീലമായത് ചിത്തമാണ്. ചിത്തമാണ് സജീവം. ചേതനത്വമുള്ളത് ചിത്തത്തിനാണ്. മനസ്സിലായി? ചേതനത്വത്തിന്റെ പരിണാമശീലത്തോട് ചേതനത്വം ചേരുമ്പോഴാണ് എല്ലാത്തിനെയും പരിണമിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിണാമ സാധ്യതയുള്ള വസ്തുക്കളെ ചേതനയുള്ള പുരുഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ ചിത്തത്തിന്റെ പരിണാമശീലമാണ് വസ്തുവിനെ പരിണമിപ്പിക്കുന്നത്. അല്ലാതെ വസ്തു തനിച്ചല്ല പരിണമിക്കുന്നത്. ചേതന പുരുഷന് മാത്രമേ ഉള്ളൂ. ചേതനയുള്ളവനാണ് പുരുഷൻ. അതില് നാലംശങ്ങള് 17ാമത്തെ സൂത്രത്തിൽ പറയും. 18ാമത്തെ സൂത്രത്തിൽ സാധനാപാദം. സാധനാപാദം 17, 18, 19 ഒക്കെയാണ് അതില്. സത്യദൃശ്യോ സംശയാത്മോ 17, 18 പറ. 18 പ്രകാശക്രിയാസ്ഥിതിശീലം ദൃശ്യം. അതിനെ തൊട്ട് മുമ്പുള്ളത് വിശേഷം അവിശേഷം. മതി. വിശേഷം അവിശേഷം ലിംഗം ലിംഗമാത്ര അലിംഗാനി. ആ
ഇതനുസരിച്ച് വിശേഷം അവിശേഷം ഇവിടെയാണ് നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ ഇവയൊക്കെ പരിഗണിക്കുന്നത്. ഇവയ്ക്കൊക്കെ അതീതമായ ഒന്നാണ് ചേതന. ചേതനയല്ലേ ചോദിച്ചു? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ചേതനയാണ്. ആ ചേതനയിലാണ് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നത്. വിശേഷങ്ങളും അവിശേഷങ്ങളും ലിംഗമാത്രകളും അലിംഗങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്നത് അതിലാണ്. ആ ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടി നമ്മളിൽ തന്നെയാണ് നടക്കുന്നത്. എത്ര കണ്ട ആ സൃഷ്ടി ക്ഷിപ്തവിക്ഷിപ്താദികൾ കൊണ്ട് വളർന്ന് വികസിച്ചു പോകുന്നു, അതനുസരിച്ച് നമ്മൾ അസ്വസ്ഥരാണ്. നമ്മുടെ ചിത്തം ഈശ്വരനെ സൃഷ്ടിക്കും. നമ്മുടെ ചിത്തം അവിടെ ഇരുന്ന് ഈശ്വരനോട് ചേർത്ത് ഒരു ലോകത്തെ നമ്മളുടേതായി സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ഈശ്വര വിശ്വാസികളെ സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ശത്രുക്കളുടെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കും. നിരീശ്വര വിശ്വാസികളായവരെ സൃഷ്ടിക്കും. ഇതെല്ലാം നമ്മുടെ ചിത്തത്തിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. അവിടെ നമ്മൾ മതങ്ങളെയും ജാതികളെയും വർഗങ്ങളെയും വർണ്ണങ്ങളെയും സൃഷ്ടിക്കും. ഇതെല്ലാം ഈ ചിത്തത്തിന്റെ കളിയാണ്. കാരണം അവാന്തര പരിണാമത്തിന് സദാ സത്വരജസ്തമസാദികളോട് ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ചിത്തം. ഒരല്പനേരം അതിലേക്ക് ഉറ്റുനോക്കിയാൽ ഇത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ സൃഷ്ടി മാത്രമാണ്. മറ്റൊരാൾക്കും അതിൽ പങ്കില്ല. ഏതു വസ്തു നമ്മോട് ചേരുന്നുവോ ഈ പരിണാമം അനുസരിച്ച് ആ വസ്തു പരിണമിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ പുത്രി പുത്രന്മാർ, ഇവരൊക്കെ പരിണമിക്കും. ഒരു പ്രാവശ്യം പോലും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒന്നാണ് നമ്മുടെ ചിത്തവൃത്തിയുടെ ഈ പരിണാമ ശൃംഖല. ഇത് പഠിക്കാൻ പോയാലും ആ വഴിയിൽ പോകണമെങ്കിൽ വ്യാസഭാഷ്യവും തത്വവൈശാരദിയും ഒക്കെ വെച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. വളരെ ക്ലിയറായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ചിത്തത്തിന്റെ ഈ പരിണാമങ്ങൾ മുഴുവൻ. അപ്പൊ സൂത്രകാരനും ഭാഷ്യകാരനും നിരോധകാലത്ത് ചിത്തപരിണാമം എങ്ങനെയെന്ന് മുന്നോട്ട് പറയുന്നുണ്ട്. നിരോധം വരുമ്പോൾ ചിത്തം എങ്ങനെയാണ് പരിണമിക്കുന്നത്? വിഭൂതിപാദം 9-ാം സൂത്രം. വ്യുത്ഥാന നിരോധ സംസ്കാരയോരഭിഭവ പ്രാദുർഭാവവും നിരോധക്ഷണ ചിത്താന്വയോ നിരോധ പരിണാമ. കണ്ടോ സൂത്രം? വ്യുത്ഥാന സംസ്കാരത്തിന്റെ അഭിഭവവും, അഭിഭവം അമർച്ച, അമർച്ച, അമർത്തുക എന്ന് പറയുക. നമുക്കിന്ന് മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും തീരെ അറിയില്ല. മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുകയും വേണം. അതാണ് ഈ ബുദ്ധിമുട്ട്.
നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ല. കളിയല്ല പറഞ്ഞു. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടായി, മാതൃഭാഷ നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായില്ല? അഭിമാന അറിവല്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ ആകെ ചെയ്തത് ഒരു വിദേശ ഭാഷയിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടായി. വിദേശിക്ക് അവൻ്റെ ഭാഷയിൽ ഇത്രയും അഭിമാനമില്ല, പക്ഷെ അവന് ഭാഷ അറിയാം. അതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് തന്ന ഏകമെച്ചം. അതുകൊണ്ട് അറിവില്ലാത്ത നിങ്ങളുടെ മന്ത്രിമാർക്ക് നിങ്ങളെ ഭരിക്കാൻ പറ്റി. ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത അക്ഷരവിരോധികൾ ജനാധിപത്യത്തിൽ അധികാരികളായി വരുമ്പോൾ അവർക്ക് ഭരിക്കാനുള്ളവരെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ആക്കിയത്. മനസ്സിലായില്ല? പിന്നെ ഞങ്ങളും കൂടെ ചേർന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി സ്വർഗം കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് തീരെ വിവരം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരോട് ചേർന്നപ്പോൾ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. ഇതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് അതാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാനും വിഷമിക്കുന്നത്. പക്ഷെ പഴയ ആളുകളോടാണ് പറയുക അമരുക, അമർച്ച എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഞാൻ ഒരു നിഘണ്ടു കൊണ്ട് വെച്ചുകൊണ്ട് വേണം പഠിപ്പിക്കാൻ. വ്യുത്ഥാന സംസ്കാരത്തിന്റെ അഭിഭവം, ആ പദം ആദ്യം കേൾക്കാൻ തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അമർച്ച പറഞ്ഞു. അപ്പൊ അമർച്ച ഒട്ടും കേട്ടിട്ടില്ല. അഭിഭവവും അമർച്ചയും എന്ന് പറഞ്ഞാൽ അത് അമർന്നു നിൽക്കുക. നിരോധ സംസ്കാരത്തിന്റെ മറ്റത് അമർച്ചയാകുമ്പോൾ അതിന്റെ എതിർപദം ഉയർച്ചയും കൊണ്ട് നിരോധ സമയത്ത് ചിത്തം നിരോധ പരിണാമത്തെ പ്രാപിക്കുന്നുവെന്നാണ് സൂത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ചിത്തത്തിന് മാറ്റം വരുന്നത്. നിരോധ സമയത്ത് വ്യുത്ഥാന സമയത്ത് അതുവരെയുള്ള സംസ്കാരങ്ങൾ അമരും. അമർന്നിട്ട് നിരോധ സംസ്കാരം ഉയരും. ആ നിരോധ സംസ്കാരം ഉയരുന്ന സമയത്ത് ചിത്തം നിരോധ പരിണാമത്തെ പ്രാപിക്കും. അങ്ങനെ ചിത്തം വൃത്തികൾ നിരുദ്ധമായാലും അത് നിശേഷമല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാറില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയുന്നത്. നിശേഷ നിരുദ്ധം വന്നാൽ പരിണാമമില്ല. ചിത്തത്തിനെ പരിണാമമില്ല. അതാണ് ശാന്തി, അതാണ് സമാധി, അതാണ് ഋതംബരാപ്രജ്ഞ, അതാണ് അസംപ്രജ്ഞാതം. യാതൊരു ലാഞ്ചനയുമില്ലാത്ത സമാധി അതാണ്. ഇത് അനുഭവിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് സൂത്രകാരൻ പോയിരിക്കുന്നത്. സകല വൃത്തികളും അടങ്ങിക്കഴിഞ്ഞ് അനുഭവിക്കുന്നത്. ഭാരതീയ ദർശനങ്ങൾ ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വിവേക വൈരാഗ്യാദികൾ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്കിത് അനുഭവിക്കാം. ഇതിന് നിങ്ങൾ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെടേണ്ടതില്ല. പെട്ടാലും വിരോധവുമില്ല. അത് കൂട്ടിച്ചേർക്കണം ഇപ്പോഴായതുകൊണ്ട്. മനസ്സിലായില്ല? കാരണം ആദ്യത്തത് വെച്ചാണെങ്കിൽ നിങ്ങൾ പോയി ഇന്ന് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇത് മതത്തിനെതിരാണ് എന്നുള്ള മറ്റുള്ള ഒറ്റ എണ്ണ തട്ടും. എന്നിട്ട് അടിയിൽ സ്വാമി പറഞ്ഞു എന്നും പറയും. മനസ്സിലായില്ല? അത് കാര്യമേ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം നിങ്ങൾ യാദൃച്ഛികമായി ഏതോ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു. അയാൾക്കൊരു അച്ഛനും അമ്മയ്ക്കും ഒരു ജാതി ഉണ്ടായിരുന്നു, ഒരു മതം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ ആ ജാതിയോ മതമോ ആയി. അങ്ങനെയാണ് കുറേ പേർ.
മനസ്സിലായില്ല. കുറേ പേരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് ഏതോ ഒരു ജാതിയോട് അഭിമാനം തോന്നി, അതുകൊണ്ട് ആ ജാതിക്കാരനായി അഭിമാനിച്ചു വളരാൻ തുടങ്ങി. മനസ്സിലായില്ല. അങ്ങനെ കുറേ ജാതിക്കാരുണ്ട്. സ്വരം കയറി നായന്മാർ എന്നൊക്കെ പറയും. കേട്ടിട്ടില്ല? അങ്ങനെ ഒരു ജാതിയെ പറ്റി കേട്ടിട്ടില്ല. പഴയ പിന്നെ ഈ കുടിയേറ്റ കർഷകർ തെക്കൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കയറുന്ന സമയമുണ്ട്, ഈ പാലക്കാട് മറ്റേ വയനാട് മുതലായ ജില്ലകളിലേക്ക്. അങ്ങനെ കയറിയ സമയത്ത് കാരണം അവിടെ ചെന്ന് കൂടിയതൊരു ജാതിയുടെ അടുക്കലാണ്. അവിടെ ചെന്ന് കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം വീട്ടിൽ വരാൻ തുടങ്ങി. ഇയാൾ നല്ല അധ്വാനിയാണ്, നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയപ്പം എല്ലാവരും വരാൻ തുടങ്ങി. അപ്പോൾ ഒടുവിൽ അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ സമ്പന്നൻ്റെ മകളെ കല്യാണം കഴിച്ചു. കയറിയ ആൾ ജാതിയിൽ താന്നയാളാണ്. അവിടെ ഇരിക്കുന്നത് ജാതിയിൽ മുന്തിയ ഒരു നമ്പ്യാരുടെ മോളെ കല്യാണം കഴിച്ചു. മനസ്സിലായില്ല. നമ്പ്യാരാണെങ്കിൽ അവിടുത്തെ NSSന്റെ പ്രമുഖനുമൊക്കെയാണ്. വിവാഹമൊക്കെ കഴിച്ചു. വീട്ടുകാരും നാട്ടുകാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ അവിടുത്തെ NSSന്റെ പ്രസിഡന്റുമായി. മനസ്സിലായില്ല. പ്രസിഡന്റും ഒക്കെ ആയിക്കഴിഞ്ഞ് ഒരു ദിവസം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോ ബന്ധുക്കൾ തപ്പിപ്പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴവിടെ NSS പ്രസിഡന്റായിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഈ പഴയ ആള് എങ്ങനെയാണ് ഈ NSS പ്രസിഡന്റ് വരെ ആയത് എന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചുരം കയറി നായർ വിഭാഗത്തിലാണ്. ഈ ചുരം കയറിയപ്പോ ഇങ്ങനെയാണ് പലരും. ഇതൊക്കെ വെറും അഭിമാനം മാത്രമാണ് ചിത്തത്തിന്റെ. നിങ്ങളുടെ എല്ലാ ജാതീയവും മതപരവും വർഗപരവും വർണ്ണപരവുമായ എല്ലാത്തരം വിശ്വാസങ്ങളും പ്രമാണങ്ങളും ചിത്തത്തിന്റെ മാത്രമാണ്. അതിലൊന്നുപോലും നിങ്ങളുടെ ആധ്യാത്മികതയ്ക്കോ നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്കോ വഴിയല്ല. 1% പോലും വഴിയല്ല. ഇതാണ് വസ്തുത. ഇത് വളരെ സങ്കീർണമാണ് ലോകത്ത്. നമ്മളൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, അതിൽ മനസ്സിലാകാത്തയാള് ചിത്തവൃത്തികളുടെ പെരുപ്പമുണ്ടാകുമ്പോൾ അയാൾ വേറൊന്ന് ആസ്വദിക്കാൻ ബാക്കിയുള്ളവരെ കൂട്ടിന് വിളിക്കും. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ക്ലാസ് റൂം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറുതെയാണ്. മുന്നോട്ട് ഇതിലും കുറെ കൂടെ വഴിസാവും. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സംസ്കാരത്തെ ഒന്നും അംഗീകരിച്ചിട്ടോ നോക്കിയിട്ടോ ഒന്നും അല്ല തീരുമാനം എടുക്കുന്നത്. ചിത്തത്തിന്റെ സംസ്കാരം അനുസരിച്ചാണ് ഗ്രഹണം വരുന്നത്. വിദ്യാഭ്യാസത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും പഠിക്കുമ്പോൾ പഴയ രീതിയിലുള്ള പഠിപ്പല്ലാത്തതുകൊണ്ട് പഴയ രീതിയിൽ ഒരു ദിശയിലുള്ള ഒരു ഗ്രന്ഥം തീർത്തിട്ടാണ് അടുത്ത ഗ്രന്ഥം തുടങ്ങുന്നത്. നിങ്ങൾക്ക് ആകെപ്പാടെ 45 മിനിറ്റോ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ 45 മിനിറ്റും അത് കഴിഞ്ഞാൽ 1 മണിക്കൂറും എന്ന കണക്കിന് വിഷയങ്ങൾ മാറി മാറിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ച് അതിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ച നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും അതിനോട് ഏകാഗ്രതയുണ്ടെങ്കിൽ നിലനിൽക്കുമ്പോഴാണ് അടുത്ത അധ്യാപകൻ വേഷം മാറി അടുത്ത വിഷയവുമായി രംഗപ്രവേശം ചെയ്യുന്നത്. അത് വിദ്യാർത്ഥിയുടെ ഏകാഗ്രതയെ കളയും എന്ന് മാത്രമല്ല, അതൊരു അക്രാമികമായാണ് പലപ്പോഴും പഠനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിലുള്ള ഔത്സുക്യം നഷ്ടപ്പെടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. ഇതിൽ ചിലത് മാത്രമായിരിക്കും അവന്റെ സംസ്കാരം അനുസരിച്ച് പഠിക്കേണ്ടത്. നേരത്തെ ജന്മത്തിൽ പഠിക്കാതെ വന്ന ആളിന്
പഠിച്ചിട്ട് വന്നവൻ ഗണിതശാസ്ത്രത്തിലാണ് പഠിച്ചൊരു സ്ഥിതിയിൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്കി കണ്ടെത്തുവാൻ പര്യാപ്തമായൊരു സംസ്കാര വിശേഷമാണ് നിൽക്കുന്നതെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സ്റ്റഡീസും എല്ലാം പഠിക്കണം. അതിനെല്ലാം അവൻ ജയിക്കുകയും വേണം ഓരോ സ്റ്റേജിൽ കടന്നു പോകണം. മനസ്സിലായില്ല? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടവൻ ഇതൊന്നും പ്രയോജനപ്പെടാത്തൊരു മേഖലയിൽ ജോലി ചെയ്യുകയും വേണം. ഡോക്ടറല്ലേ? ഹോമിയോ ഡോക്ടറല്ലേ? അല്ലേ? 25 വയസ്സ് വരെ പഠിച്ചില്ലേ? ഏതാണ്ട് 25 വയസ്സ് വരെ പഠിച്ചില്ലേ? പഠിച്ചത് വല്ല കാര്യമുണ്ട്? ആകെ ഹോമിയോ മാത്രം നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ, അല്ല അത് മാത്രം പഠിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കില്ലായിരുന്നു ഈ തൊഴിൽ. മനസ്സിലായി? അതിന് അലൈഡായിട്ട്, ആ പഠിത്തത്തിന് അലൈഡായിട്ട് ഭാഷ, ആ പഠിത്തത്തിന് അലൈഡായിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ പ്രയോജനം വന്നേ. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു തൊഴിൽ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അല്ല, ജനാധിപത്യത്തിൽ നിങ്ങളെ ഭരണാധികാരികൾ അത്ഭുതപ്പെടുത്തുന്നത് തൊഴിൽ ചൂണ്ടിക്കാണിച്ചാണ്. കാരണം ഭരണ പ്രതിപക്ഷങ്ങൾ എപ്പോഴും തൊഴിലില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചാണ് ഭരണത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ ഉണ്ടാക്കിത്തരിക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട വഴി. തൊഴിലില്ലായ്മ മാറ്റി എന്നത് ശമ്പളം കൊണ്ടാണ്, തൊഴിൽ കൊണ്ടല്ല. ആനന്ദപ്രദമായൊരു തൊഴിൽ നിങ്ങൾക്ക് തരികയല്ല ഇന്ന്, മറിച്ച് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. നിങ്ങളുടെ ലക്ഷ്യവും അത്രയേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ സംസ്കാരത്തിന് എന്ത് സംഭവിക്കുമെന്നോ നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നോ നിങ്ങളോ നിങ്ങളുടെ അച്ഛനമ്മമാരോ നിങ്ങളുടെ മതങ്ങളോ, കാരണം ഇവിടെ നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഏത് മതമായാലും ഏത് ജാതിയായാലും ഇവിടുത്തെ വ്യവസ്ഥിതി നിങ്ങളുടെ സംസ്കാരത്തെ ഉദ്ദീപിപ്പിക്കുന്നതല്ല. പകരം നിങ്ങളിൽ മറ്റു പല വൃത്തികളും ഉണ്ടാക്കുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ അപകടം കിടക്കുന്നത്. ആനന്ദപ്രദമായ ലാഘവമുള്ള സംസ്കാരത്തിന്, നിങ്ങളുടെ ചിത്ത സംസ്കാരത്തിനനുസരിച്ചുള്ളത് ചെയ്ത് തീർത്തും നിരോധിക്കാവുന്നവയെ നിരോധിച്ചും ആണ് സംസ്കാരശേഷമായിത്തീരുന്നത്. നിശേഷം സംസ്കാരം അസ്തമിച്ച് ആനന്ദം അനുഭവിക്കാവുന്നത്. അതിന് പറ്റിയ വിധത്തിൽ വ്യവസ്ഥിതി ഉണ്ടാകുമ്പോൾ ആ വ്യവസ്ഥിതിക്കകത്തെ ജനങ്ങളെല്ലാം ആ രീതിയിൽ വളരും. മനസ്സിലായില്ല? ജനങ്ങൾക്ക് ആ ബോധം ഉണ്ടാകണം. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് ആ ബോധം ഉണ്ടാകണം. എൻ്റെ ചിത്തസംസ്കാരം പോവുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മനസ്സിലായി? പുതിയ കുറേ സംസ്കാരങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയല്ല ലക്ഷ്യം. ജനാധിപത്യത്തിൽ സാമൂഹികമായ ഒരു ജീവിതക്രമത്തിലേക്ക് വരുമ്പോൾ ഉള്ള സംസ്കാരങ്ങളുടെ കൂടെ അനേകം സംസ്കാരങ്ങൾ ഉണ്ടാക്കുകയാണ്. പൂർവ സംസ്കാരത്തിലെ സിംഹത്തിൻ്റെയോ കടുവയുടെയോ പുലിയുടെയോ പൂച്ചയുടെയോ പട്ടിയുടെയോ ശബ്ദമുണ്ടാക്കുകയും അതുപോലെ ഗോഷ്ഠി കാണിക്കുകയും ബ്രെയിനിന് യാതൊരു കുഴപ്പവും ഇല്ലെങ്കിലും ആ ചിത്ത സംസ്കാരം കൊണ്ട് പെരുമാറുകയും അക്രാമികമായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നിലും പ്രതികരിക്കാതിരിക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ ഇന്നത്തെ കണക്കിന് ഓട്ടിസമുള്ള ഒരു കുട്ടി, അതിനെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടുമ്പോൾ അതിലുള്ള സംസ്കാരം മാറ്റിമറിക്കാൻ വിടുന്ന അച്ഛനും അമ്മയും സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നവരും ഇതേ തരത്തിലുള്ള അനേകം കുട്ടികളോട് വന്നിട്ടുണ്ട്. അവരുടെ ദൂഷ്യങ്ങൾ ഈ കുട്ടിയും ഈ കുട്ടിയുടെ ദൂഷ്യങ്ങൾ അവരും കൂടെ കൈമാറി സംസ്കാരം കുറെ കൂടെ കലാപകലുഷിതമാകുന്ന വിധമാണ് നിങ്ങളുടെ, അതാണ് സോഷ്യൽ വർക്ക്. മനസ്സിലായില്ല?
അതാണ് ഇന്നത്തെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് വരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ സാമൂഹ്യ ദ്രോഹിയാണ്, അത് മറന്നുപോകരുത്. ഇത് ദർശനത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്, പുറത്തുപോയി പറയാനുള്ളതല്ല, പഠിക്കാൻ വേണ്ടി മാത്രം അവനവന്. മനസ്സിലായോ എന്നറിയില്ല. എനിക്ക് ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്. അതിൻ്റെ ദുഃഖവും എനിക്കുണ്ട്. ആ ദുഃഖവും ഞാൻ അനുഭവിക്കുകയാണ്. അവിടെ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ദരിദ്രനായ എന്നെ വിളിച്ച് നിങ്ങൾ ആഹാരം തന്നു, മനസ്സിലായില്ല. ദരിദ്രനായ എനിക്ക് നിങ്ങൾ വസ്ത്രം തന്നു. നിങ്ങൾ ഭൂമിയിലൊന്നും കൊണ്ടുവരാൻ ദൈവമൊന്നുമല്ല, മനസ്സിലായില്ല. നിങ്ങൾ 50 പേരോട് പിരിച്ചാണ് എനിക്ക് വസ്ത്രം തന്നത്. നിങ്ങൾ എന്നെ പ്രദർശിപ്പിക്കുമ്പോഴും നിങ്ങൾ എനിക്ക് തന്നതുവഴി എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബമൊക്കെ ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് വിധേയമാവുമ്പോഴും എൻ്റെ ചിത്തത്തിൽ സംഭവിക്കുന്നതും നിങ്ങളുടെ ചിത്തത്തിൽ സംഭവിക്കുന്നതും ചർച്ചയില്ല. സാമ്പത്തികത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ചെയ്തത് വലിയൊരു സേവനമാണ് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ നേടുന്ന അവാർഡുകളും നിങ്ങൾ നേടുന്ന നേട്ടങ്ങളും നിങ്ങളുടെ ചിത്തത്തിനുള്ള ഉത്തേജനങ്ങളായി വരുമ്പോൾ എൻ്റെ ദാരിദ്ര്യം എന്നതുകൊണ്ട് മാത്രം ഞാനൊരു അധസ്ഥിതനായി മാറുകയാണ് എൻ്റെ ചിത്തത്തിൽ. മനസ്സിലായില്ല. ഇത് പുറത്തുപോയി പറയാനല്ല, ഇത് പുറത്ത് ചർച്ച ചെയ്യാനല്ല. ചർച്ച ചെയ്ത് തല്ലു വാങ്ങിച്ചാൽ അതിന് ഉത്തരവാദി ഞാനുമല്ല. ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് ഈ പരിമിതികളുണ്ട്. മറിച്ച് ദാരിദ്ര്യം എൻ്റെ സുഖമാവുകയും ആ ദാരിദ്ര്യത്തിലിരുന്നു കൊണ്ട് ഞാൻ സ്വയം പരിശ്രമിച്ച് വളർന്നു വരികയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഉത്തേജനം അതില്ലാതാക്കുകയാണ് നിങ്ങളുടെ സോഷ്യൽ വർക്ക്. എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറഞ്ഞില്ല. ചെയ്യുന്നത് നിങ്ങൾക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടിയാകുമ്പോൾ അതിൻ്റെ വൈയക്തികമായ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, മനസ്സിലായി? അതിനേക്കാൾ അപകടകരമായ സാമൂഹികമായ പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു ബ്രാഹ്മണനോ നായരോ ഈഴവനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആണ്. നിങ്ങൾ എന്നെ സഹായിച്ചു സാമ്പത്തികമായി. അതിൻ്റെ പേരിൽ നിങ്ങൾ ഏത് ജാതിയാണോ ലോകത്ത് ആ ജാതിയിൽ പിറന്നവനെല്ലാം അഭിമാനിക്കുകയാണ് ഞങ്ങളാണ് ഈ സോഷ്യൽ വർക്ക് ചെയ്തത് എന്ന് വന്നാൽ ആ അഭിമാനത്തിൻ്റെ മുഴുവൻ ചവിട്ടിത്താഴ്ത്തൽ ഞാൻ അനുഭവിക്കണം. ഞാനും എന്നെപ്പോലെ ഇത് വാങ്ങിയവനും അനുഭവിക്കണം. മനസ്സിലായില്ല? എത്ര പരിതാപകരമാണ് ചിത്തത്തിൻ്റെ നിലയിൽ നിങ്ങളുടെ ഈ പ്രവർത്തനം. പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നിങ്ങളാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശങ്കരാചാര്യര് ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഒക്കെ ഭാഷ്യം എഴുതി. തലയിൽ മുണ്ടിട്ടതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ഉള്ള പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ അറിവും എല്ലാം എനിക്കുണ്ട് എന്ന വ്യാജേന ഞാൻ ഈ തലയെ മുണ്ടിട്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന് അതിൻ്റെ പേരിൽ ദക്ഷിണ പിരിക്കുമ്പോൾ ആചാര്യൻ എഴുതിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ ദക്ഷിണ പിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ ആളുകളെല്ലാം ആചാര്യൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ആചാര്യൻ പട്ടിണി കിടന്നായിരിക്കും ഇത് എഴുതിയത്. പിടികിട്ടിയില്ല? പക്ഷെ ഞാനാ ഇന്നത് പിരിക്കുന്നത്. ഇത്രയും സംവത്സരം കഴിഞ്ഞു ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലും എനിക്കറിയില്ല.
ഞാൻ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിൻ്റെ ഭാഷ്യം വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പഠിക്കാൻ എനിക്ക് ഇഷ്ടവും ഉണ്ടാവില്ല. പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാൻ മനസ്സിലായില്ല, ഞാൻ സമർത്ഥനായിരിക്കും. ഇതുപോലെ തന്നെ ഒരു സമൂഹം രൂപാന്തരപ്പെടും. മനുഷ്യരിൽ ഓരോ വ്യക്തി